യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റാക്കാതെ ദേശീയ സെക്രട്ടറിയാക്കി ഒതുക്കിയതിലെ അതൃപ്തി പരസ്യമാക്കി അബിൻ വർക്കി. തനിക്ക് കേരളത്തിൽ പ്രവർത്തിക്കാൻ അവസരം വേണമെന്ന് നേതാക്കളോട് അഭ്യർത്ഥിക്കുന്നതായി അബിൻ വർക്കി മാധ്യമങ്ങളോട് പറഞ്ഞു. സംഘടനയിൽ അസ്വാരസ്യമില്ലെന്നും അബിൻ വർക്കിയുമായി സംസാരിച്ചിരുന്നുവെന്നും ഒ.ജെ. ജനീഷ് മീഡിയ വണ്ണിനോട് പ്രതികരിച്ചു. നേതൃത്വവുമായി നേരിട്ട് ഏറ്റുമുട്ടാതെ എന്നാൽ തീരുമാനങ്ങളെ അതൃപ്തി പ്രകടമാക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി. നേതൃത്വമെടുത്ത തീരുമാനത്തെ എതിർക്കാനോ നേതൃത്വത്തെ തള്ളിപ്പറയാനോ ഞാനില്ല. പക്ഷേ തനിക്ക് കേരളത്തിൽ പ്രവർത്തിക്കാൻ അവസരം വേണമെന്ന അഭ്യർത്ഥന മാത്രം മുന്നോട്ട് വയ്ക്കുന്നു. ഇതായിരുന്നു അബിൻ്റെ വാക്കുകൾ. എൻ്റെ പേരിനൊപ്പം കോൺഗ്രസ് എന്ന ഒരു ടാഗും കൂടെ വരുമ്പോൾ മാത്രമാണ് എനിക്കൊരു മേൽവിലാസം ഉണ്ടായുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ആ മേൽവിലാസത്തെ കളങ്കപ്പെടുത്തുന്ന ഒന്നും തന്നെ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ബഹുമാനപ്പെട്ട നേതാക്കന്മാരോട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് കേരളത്തിൽ തുടരാനുള്ള ഒരു അവസരം തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരു തരത്തിലും അത് മറ്റൊരു തരത്തിലുള്ള വെല്ലുവിളിയോ മറ്റോ ഒന്നുമായി കാണരുത്. ഞാൻ ഏറ്റവും അടിയുറച്ച, ഞാൻ ഏറ്റവും വിധേയനായ ഒരു പാർട്ടി പ്രവർത്തകനാണ്. തന്നെ ഒഴിവാക്കിയതിന് പിന്നിലെ ഘടകങ്ങൾ എന്തെന്ന് നേതൃത്വം തന്നെ വിശദീകരിക്കട്ടെ എന്നും അബിൻ കൂട്ടിച്ചേർത്തു. ഞാനതിലും പ്രത്യേക സമുദായക്കാരനായതുകൊണ്ടാണോ അങ്ങനെ ഒരു ഘടകമെന്ന് ചോദിച്ചാൽ അത് നേതൃത്വമാണ് അതൊക്കെ വിശദീകരിക്കുന്നത്. ഞാനൊരു ക്രിസ്ത്യാനി ആയതാണോ എൻ്റെ കുഴപ്പം? സീനിയർ വൈസ് പ്രസിഡന്റായിരുന്ന തന്നെ പരിഗണിക്കാത്തതിൽ ഇന്നലെ മുതൽ അബിൻ കടുത്ത അതൃപ്തിയിലായിരുന്നു. അതേസമയം സംഘടനയിൽ അസ്വാരസ്യമില്ലെന്ന് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഒ.ജെ. ജനീഷ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. അങ്ങനെ ഒരു അസ്വാരസ്യമുള്ളതായിട്ട് എനിക്കിങ്ങനെ ഫീൽ ചെയ്തില്ല. വളരെ സ്നേഹത്തോടെ തന്നെ എല്ലാ സംസ്ഥാന ഭാരവാഹികളുമായിട്ടുമൊക്കെ ഇന്നലെയും വളരെ കിട്ടിയ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ സംസാരിച്ചു. ഞാൻ അങ്ങോട്ട് വിളിച്ചിരുന്നു, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചാണ്. പാർട്ടിക്കുള്ളിൽ ഗ്രൂപ്പില്ലെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരനും പാർട്ടി തീരുമാനമെടുത്താൽ അതെല്ലാവരും അംഗീകരിക്കണമെന്ന് പി.ജെ. കുര്യനും പ്രതികരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ വൺ കോഴിക്കോട്.